ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മൾ ഇനി വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് ഇന്ന് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, അതുപോലെ പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് എത്തിയത്, ഇപ്പോഴുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്, ഫ്യൂച്ചറിൽ ഇനി ഈ റിലേഷനിൽ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഈ റീഡിങ്ങിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്കിത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഈ റീഡിങ്ങിൽ വരുന്ന സിറ്റുവേഷൻസ്, ക്ലൂസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി ഇത് റെസിനേറ്റ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസിനേറ്റ് ചെയ്യാതിരിക്കുക, വിട്ടേക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ആയിരിക്കുന്ന റിലേഷൻഷിപ്പിൽ എന്താണ് നിങ്ങളുടെ ഒരു ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് പാസ്റ്റാണ്. പാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ള കാര്യം നോക്കുന്നു. പിന്നെ പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. പാസ്റ്റാണ് ഇപ്പോൾ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന റിലേഷൻഷിപ്പിൻ്റെ പാസ്റ്റ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ്. ഇനി നമ്മൾ നോക്കുന്നത് റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്താണ്, പ്രസൻറ്റ് എന്താണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. പ്രസൻറ്റ് ഒരു കാർഡ് കൂടെ വയ്ക്കാനുള്ളതുകൊണ്ട് ജസ്റ്റ് പ്രസൻ്റ് ആണ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. റിലേഷൻഷിപ്പിൽ പ്രസൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നോക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ എന്തായി തീരും, ആ ഒരു കാര്യം കൂടി നമ്മളിവിടെ നോക്കുകയാണ്. ഫ്യൂച്ചർ എന്താകും, ഈ റിലേഷൻഷിപ്പിൽ എന്താണ് ഇനി ഫ്യൂച്ചറിൽ വരാനായിട്ട് പോകുന്നത്, ഇത്ര ഒരു കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. 2 more കാർഡ്, 2 കാർഡ് കൂടെ നമുക്ക് എടുക്കാം. റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്, ഒരു ഫുൾ കാർഡ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാർഡുകളാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഡെത്ത് കാർഡാണ് നമുക്ക് മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങൾ കൂടുതൽ ആളുകളും സോഷ്യൽ മീഡിയ വഴിയായിരിക്കാം പരിചയപ്പെട്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലുള്ള ആളുകളെയും നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നിങ്ങൾ 2 പേരും ഒരേപോലെ അട്രാക്റ്റഡ് ആയിട്ട് റിലേഷനിലേക്ക് വന്നവരാണെങ്കിലും 2 പേരിൽ ഒരാൾക്ക് പെട്ടെന്ന് ഒറ്റ നോട്ടത്തിൽ കണ്ടിഷ്ടപ്പെടുകയും ഈ വ്യക്തി എനിക്ക് വേണം എന്ന് ചിന്തിച്ചുകൊണ്ട് പെട്ടെന്ന് റിലേഷൻഷിപ്പിലേക്ക് വന്നതുമായിട്ടാണ് നമുക്ക് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളായിരിക്കാം അവരിൽ കൂടുതൽ അഡിക്റ്റ് ആയിട്ടുണ്ടാവുക. ഈ വ്യക്തി ഇല്ലാതെ എനിക്ക് പറ്റില്ല എന്നുള്ള രീതിയിൽ നിങ്ങൾ പെർഫെക്റ്റ് മാച്ചാണ് എന്നൊക്കെ ചിന്തിച്ചിട്ടായിരിക്കാം നിങ്ങൾ ഈ റിലേഷൻഷിപ്പിലേക്ക് വന്നിട്ടുണ്ടാവുക. അതുപോലെ നിങ്ങൾ വളരെ മാനസികമായിട്ട് തളർന്നിരുന്ന സമയത്താണ് ഈ വ്യക്തി നിങ്ങളിലേക്ക് വരുന്നത്. അതായത് വിഷമിച്ചിരുന്ന സമയത്ത് ഒരു കൈത്താങ്ങൊക്കെ കിട്ടുമ്പോൾ നമുക്ക് അതിൽ എന്ത് കിട്ടിയാലും അതിൽ ചാടിപ്പിടിക്കും. അപ്പോൾ കൂടുതൽ ഈ വ്യക്തിയെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും നിൽക്കില്ല. അപ്പം അതുപോലെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ചെന്ന് പെട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഇവിടെ നിങ്ങൾ ഫുൾ ഹാർട്ട് കൊടുത്ത് സ്നേഹിച്ചിട്ടുണ്ടാകാം ഈ വ്യക്തിയെ, അല്ലെങ്കിൽ ഈ വ്യക്തി ഇല്ലാതെ പറ്റില്ല എന്ന് ചിന്തിച്ചിട്ടും ഉണ്ടാകാം. പക്ഷേ ഓപ്പോസിറ്റ് പേഴ്സൺ അങ്ങനെ ആയിരിക്കില്ല. മേ ബി നിങ്ങളുടെ മുന്നിൽ അവർ ആക്ട് ചെയ്തിട്ടുണ്ടാകാം, എനിക്കും അങ്ങനെയൊക്കെ തന്നെയാണ്, നീ ഇല്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അങ്ങനെ സ്മൂത്തായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് പെട്ടെന്ന് അവർ ഇറങ്ങിപ്പോയതായിട്ടാണ് നമുക്ക് കാണുന്നത്. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ആവേശമൊക്കെ ഒന്ന് തണുത്തു കഴിഞ്ഞപ്പോൾ അവരങ്ങ് മാഞ്ഞു പോവുകയാണ് ഉണ്ടായിട്ടുള്ളത്. ചിലപ്പോൾ നിങ്ങൾ പോലും അറിയാതെ ഒരു സുപ്രഭാതത്തിൽ പോയവരും ഉണ്ടായിരിക്കാം. അതിൻ്റെ റീസൺ പോലും നിങ്ങൾക്ക് അറിയണമെന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ പോയതെന്ന് പോലും നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് നമുക്കിവിടെ ഒരു പാസ്റ്റ് ഇതിൻ്റെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ പ്രസൻറ്റിലേക്ക് വരുമ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷനിൽ അവർക്ക് തിരിച്ചു വരണമെന്നൊന്നും അവർ ചിന്തിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത അല്ലെങ്കിൽ ഒരു എനർജിയിലേക്ക് അവർ വന്നിട്ടുണ്ട്. അതൊരു പോസിറ്റീവ് വൈബ് ആണെങ്കിലും ഈ ആളുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യാനൊന്നും പൂർണ്ണമായിട്ട് ഈ വ്യക്തി തയ്യാറായിട്ടില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും.
നിങ്ങൾ പക്ഷേ നിങ്ങളുടെ ലൈഫും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് തുടങ്ങിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. ഇനി ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്കൊക്കെ നിങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഉള്ളിൽ നല്ല വിഷമം ഉണ്ടായിരിക്കാം, ചതിച്ചിട്ട് പോയതിൻ്റെ ഒരു നിരാശയൊക്കെ നിങ്ങളുണ്ടാവാം. പക്ഷേ ഇവിടെ തളർന്നിരിക്കാൻ വയ്യ, ഞാൻ എൻ്റെ വഴി നോക്കി ജീവിച്ചേ പറ്റൂ എന്നാണ് ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇതിൻ്റേതായ വിഷമങ്ങളൊക്കെ കാണും. പക്ഷേ ചിലർക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അവരുടെ മനസ്സിൽ എനിക്കിനി മുന്നോട്ട് പോകണമെന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ മൂവ് ഓൺ ചെയ്ത് പോകാൻ പറ്റാത്ത കുറച്ച് ആളുകളെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഈ കാർഡുകളിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ പുതുമയൊക്കെ കഴിഞ്ഞു, ഇനി ഈ റിലേഷൻഷിപ്പിന് പ്രത്യേകിച്ച് ഇനിയൊന്നും ഇല്ല എന്നാലും ഒന്ന് ആ വ്യക്തി അതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. അവിടെ സ്റ്റോപ്പ് ചെയ്തു എങ്കിൽ കൂടിയും അവർ ചെറുതായിട്ടൊക്കെ ഒന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ അവർക്കൊരു കൺഫ്യൂഷനൊന്നും ആൾക്കില്ല, ജസ്റ്റ് ഒരു ആലോചന മാത്രമാണുള്ളത്. നിങ്ങളെ എന്താണെങ്കിലും അവർ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലായിരിക്കാം. എന്തായാലും ഈ വ്യക്തി അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്ന് പോയിട്ടുള്ളത്. അപ്പോൾ അറിഞ്ഞുകൊണ്ടാണ് പോയിട്ടുള്ളതെങ്കിൽ പോലും ഒരു ന്യൂ ബിഗിനിങ്, അതായത് വേറെ ചില കാര്യങ്ങളിൽ ഒരു ന്യൂ ബിഗിനിങ് ആയിട്ടാണ്, അല്ലെങ്കിൽ പുതിയ ഒരു കാര്യത്തിലേക്ക് പോയതാണ്. അവർ ഉറപ്പായിട്ടും ചെന്ന് ചാടുന്നതും ഒരു മണ്ടത്തരത്തിലേക്കായിരിക്കും. കാരണം നമ്മൾ ആരെയും ചതിച്ചിട്ടോ അല്ലെങ്കിൽ വഞ്ചിച്ചിട്ടോ എന്ത് ചെയ്താലും അതിനൊരു ഗുണവും പിടിക്കില്ല. അപ്പോൾ ഈ റിലേഷൻഷിപ്പ് ഇവിടെ നിർത്തിയിട്ട് പോവുകയാണ് എന്ന് മനസ്സിൽ തീരുമാനിച്ച് ഇറങ്ങിപ്പോയവരാണ് നിങ്ങളിൽ ഇവിടെ കാണുന്ന നിങ്ങളുടെ വ്യക്തികളിൽ കൂടുതൽ പേരും അങ്ങനെയുള്ളവരാണ്. നിങ്ങൾക്കായിരിക്കും ഇതൊരു വലിയ സംഭവമായി പോയത്, അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു ഷോക്കായി പോയിട്ടുണ്ടാവുക. അവർ അവരുടേതായ ഇഷ്ടങ്ങൾ അന്വേഷിച്ച് പോയവരാണ്. പിന്നെ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, അവർ പോയതിൽ വിഷമിച്ചിരിക്കുകയാണോ എന്നൊക്കെ അറിയാനായിട്ട് ഒരു ഭയങ്കരമായിട്ട് താല്പര്യമുണ്ട് ആൾക്ക്. അതുകൊണ്ടാണ് അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നത്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുക, അല്ലാതെ എന്നെ ചതിച്ചിട്ട് പോയല്ലോ എന്നോർത്ത് ചതഞ്ഞൊടിഞ്ഞിങ്ങനെ ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തളർന്നിരിക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമ്മളോടിങ്ങനെ ചെയ്തതിന് അവർക്ക് കൂലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു 90% പേരും. അതിലൊരു 10% കുറവ് ആൾക്കാർക്ക് ഇങ്ങനെ വിചാരിക്കുകയുള്ളൂ, എവിടെയാണെങ്കിലും നന്നായിട്ടിരിക്കട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവുകയുള്ളൂ. ബാക്കി എല്ലാവരും ആഗ്രഹിക്കുന്നത് ഞാൻ മനസ്സുറന്ന് സ്നേഹിച്ചതാണ്, എന്നെ വഞ്ചിച്ചതിന് അവർക്കൊരു മറുപടി കിട്ടണം എന്ന് തന്നെയാണ്. ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അവർക്കത് കിട്ടിയിരിക്കും. കാരണം നമ്മളുടെ സ്നേഹം സത്യസന്ധമാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പുറത്തുള്ള ആളിന് നമ്മുടെ മനസ്സ് വേദനിപ്പിച്ച് നമ്മളെ ചതിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരവിടെ എവിടെ ചെന്ന് നിന്നാലും ഒരു ഗുണവും പിടിക്കുകയില്ല. ഇല്ലെങ്കിൽ നാളെ അത് ഫേസ് ചെയ്യേണ്ടതായിട്ട് തന്നെ വരികയും, അവരുടെ സമയം നല്ലതാണെങ്കിൽ പെട്ടെന്ന് അവർക്കൊരു തിരിച്ചടി കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ നോക്കുമ്പോൾ അവർ ഹാപ്പി ആയിട്ടിരിക്കുകയാണല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ എല്ലാവർക്കും എല്ലാ കാലവും ഒരുപോലെ ആവില്ല. തീർച്ചയായിട്ടും ആ ഒരു സമയം മാറാൻ തുടങ്ങുമ്പോൾ നെഗറ്റീവായിട്ടുള്ള തിരിച്ചടികൾ വരും. ഉറപ്പായ ഒരു കാര്യമാണിത്. ഇവിടെ എന്തായാലും ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചെക്ക് ചെയ്യുന്നുണ്ടാകാം, ഫ്രണ്ട്സിനോട് അന്വേഷിക്കുന്നുണ്ടാവാം, നിങ്ങളെക്കുറിച്ച് അറിയാൻ അവർക്കൊരു കൗതുകമുണ്ട്. അവർ പോയതിൽ നിങ്ങൾ കരഞ്ഞിരിക്കുകയാണോ എങ്കിൽ അതറിയുമ്പോൾ കുറച്ചൊരു സന്തോഷം. എനിക്ക് അവളോട് അല്ലെങ്കിൽ അവനോട് വലിയ താല്പര്യമൊന്നുമില്ല, എന്നാൽ അവൾ എന്നെ ഓർക്കുന്നുണ്ടല്ലോ, ആ ഒരു സന്തോഷം ഉണ്ടാകുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ വിഷമമുണ്ടെങ്കിൽ അതവിടെ വയ്ക്കുക, അതൊന്നും പുറത്ത് കാണിക്കാതിരിക്കുക. ചിലരുണ്ട് ഇപ്പം സാഡായിട്ടുള്ള സ്റ്റാറ്റസ് വെക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യാൻ നിൽക്കരുത്. എൻ്റെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇങ്ങനെ ആയല്ലോ എന്നോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ പിന്നെ ഇപ്പോൾ നമുക്കൊരു ഫ്യൂച്ചർ, ഇപ്പോൾ ഇതാണ് നമുക്കൊരു പ്രസൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളെ വിട്ടു പോയിട്ടുണ്ട്. പക്ഷേ ആൾ തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരും. വളരെ സ്ലോ ആയ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ടാണ് വരുന്നത്. അതുപോലെ ആലോചിച്ച് ചിന്തിച്ച് പിടിച്ചൊക്കെയാണ് അവർ വരുന്നത്. അപ്പോൾ കുറച്ച് സമയമെടുക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ അവർക്ക് പണിയൊക്കെ കിട്ടി തുടങ്ങുമ്പോൾ തിരികെ തെറ്റ് മനസ്സിലാക്കി തിരികെ വരും. ചിലർ അങ്ങനെ ആയിരിക്കില്ല, എനിക്കിനി പ്രാക്കൊന്നും കിട്ടണ്ട എന്ന രീതിയിലും അങ്ങനെ തിരികെ വരുന്നവരും ഉണ്ടാകും. അല്ലെങ്കിൽ ചിലർക്ക് മനസ്സ് മാറി ഞാൻ ചെയ്തതിനൊക്കെയുള്ള ശിക്ഷയാണോ ഇത് എന്ന് മനസ്സിലാക്കിയിട്ടും വരുന്നവരും ഉണ്ടാകാം. എങ്ങനെയാണെങ്കിലും ഒരു ഫ്യൂച്ചറിൽ ഈ വ്യക്തി നിങ്ങളിലേക്ക് വരും, വരാതെ എവിടെയും പോകില്ല. പക്ഷെ
വളരെ സ്ലോ എനർജിയാണ് ഇവിടെ നമുക്ക് കാണുന്നത്. കുറച്ച് പണിയൊക്കെ കിട്ടി കുറച്ചൊന്ന് അനുഭവിച്ചിട്ടൊക്കെ ആണല്ലോ വരിക. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് സമയമെടുക്കും. ആ ഒരു സമയത്ത് നിങ്ങൾ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ പോലും വലിയ രീതിയിൽ നിങ്ങൾ എതിർക്കാനൊന്നും ഈ വ്യക്തി നിൽക്കില്ല. അവർ ചെയ്ത തെറ്റ് അവർ അംഗീകരിക്കും, അല്ലെങ്കിൽ മാക്സിമം നിങ്ങളോട് സോറി പറയും. ആദ്യത്തെ പോലെ ക്ഷമയൊക്കെ പറഞ്ഞ് കൂടെ അടുത്തുകൂടാനൊക്കെ നോക്കും. എന്തായാലും ആള് വരും. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അഗ്രസീവായിട്ടൊന്നും ആയിരിക്കില്ല ആള് വരുന്നത്. ഇതിൻ്റെ ഒരു ഫൈനൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കാണുന്നത്, തിരികെ വരുമ്പോഴും ഇയാൾക്ക് ഒരുപാട് ഒളിവും മറവും ഒക്കെ ഉള്ളതായിട്ട് കാണുന്നു. കാരണം സീക്രട്സ് ഈ വ്യക്തിക്കുള്ളതായിട്ട് നമുക്ക് കാണുന്നത്. നിങ്ങൾക്ക് അറിയാൻ പറ്റാത്ത ഒരുപാട് രഹസ്യങ്ങൾ ഇയാൾക്കുണ്ടാകും. അങ്ങനെയായിരിക്കും അവർ നിങ്ങളിലേക്ക് വീണ്ടും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്തൊക്കെയാണെങ്കിലും ആള് കാല് പിടിച്ച് മാപ്പൊക്കെ പറഞ്ഞു വന്നതല്ലേ, ഇനിയെല്ലാം ഓക്കെ ആയിരിക്കും. കാരണം അവർ നിങ്ങളോട് കൂടുതൽ എതിർത്ത് സംസാരിക്കുന്ന പോലും ഉണ്ടാവില്ല. അല്ലെങ്കിലും അങ്ങനെ ആണല്ലോ, ഒരു കാലത്ത് നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടിരുന്ന ഒരു വ്യക്തി വന്ന് സോറി പറയുകയോ അല്ലെങ്കിൽ നമ്മളോട് മാപ്പ് പറഞ്ഞ് വീണ്ടും വരുമ്പോൾ പെട്ടെന്ന് നമ്മളവർക്ക് ക്ഷമിച്ചു കൊടുക്കും, അല്ലെങ്കിൽ പുറത്തു കൊടുക്കും. ഇനി അങ്ങനെ ചെയ്യില്ലായിരിക്കും അവരെന്ന് നമ്മൾ വിശ്വസിക്കും. മാപ്പ് കൊടുത്ത് വീണ്ടും നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് അവരെ കയറ്റും. അങ്ങനെ തിരികെ കയറ്റിയിട്ട് പണി കിട്ടിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ തിരികെ വരുന്നു, എന്നിട്ടൊരു പണി കൊടുക്കുന്നു, നിങ്ങൾ കരഞ്ഞ് വിഷമിച്ചിരിക്കുന്നു, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഈ വ്യക്തി തിരിച്ചു വരും, മാപ്പ് പറയുന്നു. അങ്ങനെ ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. അതുപോലെ ഇവിടെ ഈ വ്യക്തി അങ്ങനെ വരുമ്പോൾ അവരെ കണ്ണുമടച്ച് വിശ്വസിക്കരുത്. അതായത് നമ്മുടെ അടുത്ത് നിന്ന് പോയ ആള് വീണ്ടും വരുമ്പോൾ ആ പഴയ ഒരു ട്രസ്റ്റ് അവർക്ക് കൊടുക്കരുത്. എത്ര അവരെ ജീവിതത്തിൽ കൂടെ വേണം, അല്ലെങ്കിൽ ഇവരെ വിട്ടിട്ട് പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാഹചര്യം കൂടെയാണ് നിങ്ങൾക്കുണ്ട്, അങ്ങനെ തോന്നുകയാണ് നിങ്ങൾക്ക് എങ്കിൽ പോലും ഒരു സേഫായിട്ടുള്ള ഒരു ഡിസ്റ്റൻസിൽ വേണം നിങ്ങൾ അവരെ നിർത്താൻ. എപ്പോഴും അവരെ ഇങ്ങനെയൊന്ന് വാച്ച് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. അവരുടെ ഒരു ഹൈഡിങ് ഫേസ് അല്ലെങ്കിൽ മറച്ചു പിടിച്ചിരിക്കുന്ന ആ മുഖംമൂടിയോട് കൂടി തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നൊരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയും കണ്ടും ഒക്കെ നിന്നില്ല എങ്കിൽ അത് പിന്നീട് നിങ്ങൾക്ക് ഒരു മനോവിഷമം ഉണ്ടാക്കാനൊരു കാരണമായിട്ട് മാറും. അത് വീണ്ടും നിങ്ങൾക്ക് ഉറക്കമില്ലാത്ത രാത്രികളും അതുപോലെ മോശം അനുഭവങ്ങളും ഒക്കെ ആയിരിക്കും കിട്ടുക. ഈ വരുന്ന വ്യക്തിയുടെ ഉദ്ദേശം നമുക്കറിയില്ലല്ലോ, കറക്റ്റായിട്ടുള്ള ഉദ്ദേശം നമുക്കറിയില്ല. ഇപ്പോൾ ഈ ഒരു റീഡിംഗ് പ്രകാരമാണെങ്കിൽ നല്ലൊരു ഇതിലല്ല ആ വ്യക്തി വരുന്നത്. അതുകൊണ്ട് തന്നെ തിരികെ വന്നതിന് ശേഷം അവരുടെ പഴയ സ്വഭാവത്തിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒന്ന് ഉയർന്ന് കഷ്ടപ്പെട്ട് ഇതൊക്കെ ഒന്ന് തരണം ചെയ്ത് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഒന്നേന്ന് തുടങ്ങി എല്ലാം തിരിച്ചു പിടിക്കേണ്ടതായിട്ട് അങ്ങനെ ഒരു സാഹചര്യം വരും. അതിനൊന്നും ഒരു ഇട കൊടുക്കാതിരിക്കുക. എന്താണെങ്കിലും ആള് നിങ്ങളിലേക്ക് വരും, അത് ഷുവറാണ്. ആ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡിങ് അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യമാണ്. നിങ്ങൾ കൂടുതൽ ട്രസ്റ്റ് ചെയ്ത് വഷളാക്കാതിരിക്കുക. കൂടെ നിർത്തണമെന്നുണ്ടെങ്കിൽ നിർത്താം, പക്ഷേ ഇനി മനസ്സ് കൈവിട്ട് പോകില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം അതൊക്കെ ചെയ്താൽ മതി. ഇതാണ് അപ്പോൾ നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമ്മൾ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ നോക്കുമ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ നമ്മൾ പരമാവധി നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ മൈൻഡ് മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് വിഷമിക്കാതിരിക്കുക. അതുപോലെ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഇതൊക്കെയാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനുള്ളത്. അപ്പോൾ ഈ റീഡിങ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. Clues related to this reading. Clues related to this reading. Okay. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെറ്റർ സി ആണ്. 55 എന്ന് പറഞ്ഞ നമ്പർ കിട്ടിയിട്ടുണ്ട്. അതുപോലെ മെഡിക്കൽ ഫീൽഡ്, നിങ്ങളുടെ നിങ്ങളോ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ജൂൺ മന്ത് എന്ന് പറയുന്ന ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. 31 എന്ന് പറയുന്ന ക്ലൂ കിട്ടിയിട്ടുണ്ട്. ട്രൂ ലവ് എന്ന് പറയുന്ന ഒരു മെസ്സേജാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ട്രൂ ലവ് ആണ് എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ 1989 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടുമോറോ ഒരു പോസിബിലിറ്റിയാണ്. ടുമോറോ എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ടാറ്റു ആർട്ട്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടാറ്റു ആർട്ട് ചെയ്തിട്ടുള്ളവരായിരിക്കാം. അതുപോലെ തന്നെ ടാറ്റു ആർട്ട് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെടുന്നവരുമായിരിക്കാം. 1977 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ലവബിൾ, നിങ്ങളുടെ പേഴ്സണോ നിങ്ങളോ ലവബിൾ ആയിട്ടുള്ള ആളുകളായിരിക്കാം. ലെറ്റർ എച്ച് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 45 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. പെയിൻറ്റിങ് ആർട്ടൊക്കെ ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പെയിൻറ്റിങ് ജോബ് ചെയ്യുന്നവരായിരിക്കാം. പെയിൻറ്റിങ് കാണാനായിട്ട് ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. 2 months എന്ന് പറയുന്നൊരു പോസിബിലിറ്റി ഇവിടെ കിട്ടിയിട്ടുണ്ട്. ലെറ്റർ വി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 25 എന്ന് പറയുന്ന നമ്പർ കിട്ടിയിട്ടുണ്ട്. ബ്ലാക്ക് കളർ, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ബ്ലാക്ക് കളർ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. 6 days എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടിയിട്ടുണ്ട്.
വൈറ്റ് ബട്ടർഫ്ലൈസ്, നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ വൈറ്റ് ബട്ടർഫ്ലൈസ് ധാരാളമായിട്ട് കാണുന്നുണ്ടാകുക ഈ ഒരു സമയത്ത്. 1975 എന്നൊരു വർഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. 28 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. ലെറ്റർ ഐ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. 2002 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1984 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1983 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. 1999 എന്ന് പറയുന്നൊരു വർഷം കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഗാർഡനിങ്, നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഗാർഡനിങ് ഒക്കെ ഒത്തിരി ഇഷ്ടമുള്ള ആളുകളായിരിക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ്. അപ്പോൾ ഈ റീഡിങ്ങും അതുപോലെ തന്നെ ക്ലൂസും ഈ ഒരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ ക്ലൂസ് നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ റീഡിങ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.